നെക്സ്റ്റ് ഫുഡ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ 2 മൊഡ്യൂൾ 1 നെക്സ്റ്റ് ലെസണാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫുഡ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഹെൽത്തി ഡയറ്റ്സ് ഫോർ എ ഹെൽത്തിയർ പ്ലാനറ്റ്. സോ ദിസ് ഇസ് ദി ടൈറ്റിൽ ഓഫ് എ ലെസൺ. സോ ഇത് യുണൈറ്റഡ് നേഷൻസിൻ്റെ പേജിൽ വന്ന ഒരു ആർട്ടിക്കിളാണ് കേട്ടോ. അതായത് ഫുഡും ക്ലൈമറ്റ് ചേഞ്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, നമുക്ക് നമ്മുടെ പ്ലാനറ്റിനെ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തിയർ ആയിട്ടുള്ള ഡയറ്റ്സ് നമ്മളും കഴിക്കണം, അല്ലെങ്കിൽ നമ്മളും എന്താ പറയുക കൺസ്യൂം ചെയ്യണം. സോ നമ്മൾ എന്താണോ കഴിക്കുന്നത്, വാട്ട് വി ഈറ്റ് ആൻഡ് ഹൗ ദാറ്റ് ഫുഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്, അത് നമ്മുടെ ഹെൽത്തിനെയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെയും ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്താണോ കഴിക്കുന്നത്, നമ്മൾ എന്ത് ഫുഡാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ലാൻഡ്സിലൊക്കെ, അത് നമ്മുടെ എൻവയോൺമെൻറ്റിനെയും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഫുഡും ക്ലൈമറ്റ് ചേഞ്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ടൈറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കാര്യം പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. ഫുഡും ക്ലൈമറ്റ് ചേഞ്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താണോ കഴിക്കുന്നത്, നമ്മൾ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് നമ്മുടെ ഹെൽത്തിനെയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെയും ബാധിക്കുന്നു. ഫുഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വളർത്തുന്നു, അതായത് ഇത് ഗ്രോ ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, പിന്നെന്താണ് പ്രിപ്പയർ ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നുണ്ട്, ആൻഡ് സംടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് വേസ്റ്റ് ഡിസ്പോസും ചെയ്യുന്നുണ്ട്. സോ ഈ ഓരോ സ്റ്റെപ്പുകളും എന്ന് പറയുന്നത് എന്താണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ ക്രിയേറ്റ് ചെയ്യുന്നവയാണ്. ഓക്കെ, അത് ഈച്ച് ഓഫ് ദീസ് സ്റ്റെപ്സ് ക്രിയേറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യും, സണ്ണിൻ്റെ ഹീറ്റിനെ ഇതെല്ലാം. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കൂടുന്നത് കൊണ്ട് അതുപോലെ തന്നെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് സണ്ണിൻ്റെ ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് വെച്ച് അങ്ങനെ നമ്മുടെ ഭൂമിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ വാർമിങ്ങിലോട്ട് നയിച്ച് അങ്ങനെ എന്താണ് ക്ലൈമറ്റിൽ ചേഞ്ചസ് ഹാപ്പൻ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ഹ്യൂമൻ ബീയിങ്സിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് കാരണമാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു എക്സ്പ്ലോയിറ്റേഷനും പൊല്യൂഷനും കാരണമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടുന്നത്. സോ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിൻ്റെ കണക്ഷൻ ഫുഡുമായിട്ട് നല്ല പോലെ ഉണ്ട്. അപ്പോൾ അതായത് ഫുഡ് റിലേറ്റഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അഗ്രികൾച്ചറിൽ നിന്നും ലാൻഡ് യൂസിൽ നിന്നും ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മീഥെയിൻ, അതായത് കാറ്റിലിൻ്റെ ഡൈജസ്റ്റീവ് പ്രോസസ്സിൽ നിന്നാണ്, അതായത് നമ്മുടെ ചാണകം, അതിനകത്ത് നിന്നാണ് മീഥെയിൻ ഗ്യാസ് വരുന്നത്. പിന്നെ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ക്രോപ്പ് പ്രൊഡക്ഷന് വേണ്ടി, അതിനകത്തുനിന്ന് നൈട്രസ് ഓക്സൈഡ് എന്നുള്ള ഗ്യാസ് വരുന്നു. ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രീസ് നമ്മൾ കട്ട് ഡൗൺ ചെയ്യുന്നത് കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കൂടുന്നു, അല്ലേ? അതായത് ഫാം ലാൻഡൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി, അഗ്രികൾച്ചറിന് വേണ്ടി നമ്മൾ ലാൻഡൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ട്രീസ് കട്ട് ചെയ്യുക, അപ്പോൾ അതിനകത്തുനിന്ന് എന്ത് വരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതർ അഗ്രികൾച്ചറൽ എമിഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാന്യൂർ മാനേജ്മെൻറ്റ്, വളത്തിലൂടെ, അതുപോലെ തന്നെ റൈസ് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്രോപ്പ് റെസിഡ്യൂസ്, ഈ ക്രോപ്പിൻ്റെ വേസ്റ്റ്, ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ബേൺ ചെയ്യുമല്ലോ അതിനകത്ത് നിന്ന്. പിന്നെ ഈ ഫാംസിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്യൂവലിനകത്ത് നിന്ന് അങ്ങനെ ഒരുപാട് ഗ്യാസസ് ഇങ്ങനെ ട്രാപ്പായി അങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഇത് കൂടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം അഗ്രികൾച്ചറിൻ്റെ ലാൻഡ് യൂസിൻ്റെയും കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി മച്ച് സ്മോളർ ഷെയർ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഫുഡിൻ്റെ, അതായത് ഫുഡ് വഴി നമുക്ക് എമിഷൻ വരുന്നുണ്ട്. അതായത് ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ റെഫ്രിജറേഷൻ ചെയ്യുമ്പോഴും, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ റെഫ്രിജറേഷൻ ആ ഒരു റെഫ്രിജറേറ്ററി ഡിവൈസസിനകത്തൊക്കെ വെക്കുമ്പോഴും എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് റിലീസ്ഡ് ആവുന്നുണ്ട്. ഇൻഡസ്ട്രീസിലൊക്കെ പേപ്പർ, അലൂമിനിയം ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിലൊക്കെ ഇതുപോലെ ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട്. പിന്നെ ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യുമ്പോഴും അതിൽ നിന്നും ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട്. ഇനി ഏതൊക്കെ ഫുഡ്സാണ് അതായത് ഭയങ്കര മെജോറിറ്റി ആയിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് നടത്തുന്നത്? അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡും ഇതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് നല്ല രീതിയിൽ ബന്ധമുണ്ട്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഈക്വലൻസിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ എമിഷൻസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വലൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് മാത്രമല്ല വരുന്നത്, ഓരോ ഫുഡിനകത്ത് എങ്ങനെയാണ് ഓരോ ഗ്യാസസിൻ്റെ അളവ്, അതെങ്ങനെയാണ് നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വലൻസ് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ആനിമൽ ബേസ്ഡ് ഫുഡ്സിൽ നിന്നാണ്, അതായത് റെഡ് മീറ്റ്, ഡയറി, പിന്നെ ഷ്രിംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഇതുമായിട്ട് ഈ ഫാമിലൊക്കെ നമ്മൾ ഷ്രിംസ്, കൊഞ്ചിനെയൊക്കെ വളർത്തുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഇതിലാണ് ഹയസ്റ്റ് ആയിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് നടക്കുന്നത്. ഇപ്പം മീറ്റ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, മീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എക്സസീവായിട്ട് ഗ്രാസ് ലാൻഡുകൾ ആവശ്യമുണ്ട് അവർക്ക്, അല്ലേ? അപ്പോൾ ട്രീസ് കട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്, അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൗസും ഷീപ്പും എന്ന് പറയുന്ന മീഥെയിൻ ഗ്യാസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രാസ് പ്ലാന്റ്സ് ഒക്കെ അവർ കഴിച്ചിട്ട് ചാണകം ഇടുമ്പോൾ എന്താണ് അതിനകത്ത് നിന്ന് മീഥെയിൻ ഗ്യാസ് വരുന്നുണ്ട്. കാറ്റിലിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് എന്താണ്, ഈ അഗ്രികൾച്ചറൽ ലാൻഡിലും അല്ലെങ്കിൽ അവരിങ്ങനെ മേഞ്ഞ് കിടക്കുന്ന സ്ഥലത്തൊക്കെ അത് റിലീസ് ആവുന്നുണ്ട്. പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ
ഫെർട്ടിലൈസേഴ്സ് ഉണ്ടല്ലോ ക്രോപ്സിന് വേണ്ടി യൂസ് ചെയ്ത് അത് എന്താണ് നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള അല്ലെങ്കിൽ അതർ പവർഫുൾ ഗ്രീൻ ഹൗസ് ഗ്യാസസും റിലീസ്ഡ് ആവുന്നുണ്ട്. പിന്നെ ഷ്രിമ്പ് ഫാംസ് ഞാൻ പറഞ്ഞു, ഇതുപോലെ കൊഞ്ചിനെയൊക്കെ വളർത്തുന്ന ഫാംസിൽ എന്ന് പറയുന്നത് കോസ്റ്റൽ ലാൻഡ്സിലായിരിക്കും ഇതൊക്കെ നടത്തുന്നത്. അത് കോസ്റ്റൽ ലാൻഡ്സ് എന്ന് പറയുമ്പോൾ ഈ മാംഗ്രൂവ് ഫോറസ്റ്റുകളൊക്കെ, അതായത് കണ്ടൽ കാടുകളൊക്കെ ഉള്ള സ്ഥലത്തായിരിക്കും. അത് ഒരുപാട് എമൗണ്ട് ഓഫ് കാർബൺ അബ്സോർബ് ചെയ്യുന്നതാണ് ഈ ഷ്രിമ്പ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ് അറ്റ്മോസ്ഫിയറിലോട്ട് വീണ്ടും റിലീസ്ഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ മാംഗ്രൂവ് ട്രീസ്, ഈ കണ്ടൽക്കാടുകൾ എന്ന് പറയുമ്പോൾ വെള്ളത്തിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് പിടിച്ച് നിർത്തുന്നതാണ് കേട്ടോ. ഫ്ലഡ് ഒന്നും ഉണ്ടാവാൻ അത് തടയുന്ന കാര്യങ്ങളാണ് കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാംഗ്രൂവ്സ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഈ ഷ്രിമ്പ്, അതായത് കൊഞ്ച് വളർത്താൻ വേണ്ടി മാംഗ്രൂവ്സ് ഒക്കെ കട്ട് ചെയ്തിടും. അപ്പോൾ അതുവഴി എന്താണ് വീണ്ടും എന്താണ് ഇതുപോലത്തുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് വീണ്ടും റിലീസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സ്, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഗ്രെയിൻസ്, ബീൻസ്, പീസ്, നട്ട്സ്, ലെൻറ്റിൽസ്, ഇതൊക്കെ ലെസ് എനർജി ജനറലി യൂസ് ചെയ്യത്തുള്ളൂ. അതായത് തന്നെ ലെസ് എനർജി, ലാൻഡും വാട്ടറും മതി ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും ആനിമൽ ബേസ്ഡ് ഫുഡ്സിനെക്കാട്ടിലും. ഓക്കെ, ഇനി അവർ നമ്മുടെ ടെക്സ്റ്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു വർക്കിനകത്ത് ആർട്ടിക്കിളിനകത്ത് 3 എന്താ പറയുക ചാർട്ടുകൾ അവർ കാണിച്ചിട്ടുണ്ട്. അതായത് ഓരോ ഫുഡ് പ്രോഡക്ട്സിൻ്റെയും കാർബൺ ഫുട് പ്രിൻ്റ് ആണ്. പിന്നെ ഈ എമിഷൻസ് നമ്മൾ പിന്നെന്താണ് ഈ വെയ്റ്റിനനുസരിച്ചും ന്യൂട്രീഷണൽ യൂണിറ്റിനനുസരിച്ചുമാണ് അവർ ചാർട്ടിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം കിലോഗ്രാംസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് പെർ കിലോഗ്രാം ഫുഡ് എന്നാണ് കാണിച്ചേക്കുന്നത്. അതായത് ബീഫിന് ഭയങ്കരമായിട്ടുണ്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ 70% ആണ്, ലാമ്പിന് 39.7, ഷെൽ ഫിഷിന് 26.9, ഏറ്റവും കുറവ് നട്ട്സിനാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും പ്രോട്ടീൻ്റെ കാര്യത്തിൽ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35.5 ആണ് ബീഫിന്, വീണ്ടും ഏറ്റവും കുറവ് വീണ്ടും നട്ട്സിനാണ്. കിലോ കാലറീസ് വെച്ചിട്ട് 1000 കിലോ കാലറീസ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കിലോഗ്രാമിൻ്റെ ബേസിസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെൽഫിഷിനാണ് കാലറീസ് കൂടുതലും, നട്ട്സിനാണ് കുറവ്. ഓക്കെ, അപ്പം ഈ എമിഷൻസ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കിലോഗ്രാംസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈക്വലൻസ് എന്ന് വെച്ചാൽ, അതായത് kg CO2 EQ, ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് കാർബൺ ഡയോക്സൈഡിനെ മാത്രമല്ല നമ്മൾ നോക്കുന്നത്, ബാക്കിയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതായത് മീഥെയിനും നൈട്രസ് ഓക്സൈഡിനും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബീഫിനകത്തെന്ന് പറയുമ്പോൾ എന്താണ്, ബീഫ് എന്ന് വെച്ചാൽ ബീഫ് കാറ്റിലും ഉണ്ട്, ഡയറി കാറ്റിലും ഉണ്ട്. ഷെൽഫിഷും ഫിഷും ഫാം ചെയ്യുന്നുണ്ട് നമ്മൾ. ചീസ് ആൻഡ് മിൽക്ക് എന്ന് പറയുന്ന ഡയറി പ്രോഡക്ട്സ് എല്ലാം വരുന്നുണ്ട് അല്ലേ. കൗ, ഗോട്ട്, ഷീപ്പ്, ബഫലോ, ക്യാമൽ, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനകത്തു നിന്നാണ് നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഫുഡ് റിലേറ്റഡ് എമിഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? കുഞ്ഞു കുഞ്ഞു ചേഞ്ചസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൊഡ്യൂസേഴ്സ് തൊട്ട് കൺസ്യൂമേഴ്സ് വരെയുള്ള ആളുകൾ ഈ ചേഞ്ചസ് ഫോളോ ചെയ്യുക. അതായത് ഈ ഫുഡ് സിസ്റ്റംസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അതായത് പ്ലാന്റ്, നമ്മൾ ഈ ആനിമൽ ബേസ്ഡ് ഫുഡ് മാത്രമല്ലാതെ പ്ലാന്റ് റിച്ച് ഡയറ്റ്സും കൂടി നമ്മൾ യൂസ് ചെയ്യുക. അതായത് പ്ലാന്റ് പ്രോട്ടീൻ നമ്മൾ കഴിക്കുക, ബീൻസ്, ചിക്ക് പീസ്, നട്ട്സ് ഒക്കെ കഴിക്കുക. അപ്പോൾ ആനിമൽ ബേസ്ഡ് ഫുഡ്സ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക. മീറ്റും ഡയറിയും നമ്മൾ കുറയ്ക്കുക. ലെസ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് യൂസ് ചെയ്യുക. ബട്ടർ, മിൽക്ക്, ചീസ്, മീറ്റ്, ഇത് അതായത് ലെസ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്സ്. മിൽക്കിന് തന്നെ പാട എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ കഴിക്കുക. പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിനെ റെഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്ത എന്താണ്, ഓൾട്ടർനേറ്റീവ് പ്രോട്ടീൻസ് നമ്മൾ യൂസ് ചെയ്യുക. പ്ലാന്റ് ബേസ്ഡ് മീറ്റ് അല്ലെങ്കിൽ ഡയറി സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുക. പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസ് യൂസ് ചെയ്യുക. ഇൻസെക്ട് ബേസ്ഡ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ സെൽ ബേസ്ഡ് അല്ലെങ്കിൽ കൾട്ടിവേറ്റഡ് മീറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആനിമൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി, ന്യൂട്രീഷൻ ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിലോട്ട് നമ്മൾ തിരിയുക. പിന്നെ ഇംപ്രൂവ്ഡ്, അതായത് ഫീഡിംഗ് ടെക്നിക്സുകൾ നമ്മൾ മാറ്റുക. അതായത് നല്ല രീതിയിലുള്ള ഫീഡിംഗ് ടെക്നിക്സുകൾ പശുവിനാണെന്നുണ്ടെങ്കിലും ഈ പിന്നെ എന്താണ് ആനിമൽസിന് വേറെ ടൈപ്പിലുള്ള ഫീഡിംഗ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മീഥെയിനൊക്കെ റെഡ്യൂസ്ഡ് ആവും. അപ്പോൾ കാറ്റിലിൻ്റെ ഡൈജഷനെ നല്ല രീതിയിലാക്കാൻ വേണ്ടി നമ്മൾ പുല്ലൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വഴിയാണ് മീഥെയിൻ ഗ്യാസ് ഒക്കെ കൂടുന്നത്. അപ്പോൾ അത് വഴി വേറെ ഫീഡിംഗ് ടെക്നിക്സ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ ഇത് കുറയും. പിന്നെ കുഞ്ഞു സ്മോളർ കാറ്റിൽ സൈസിനെയൊക്കെ നമ്മൾ വളർത്തുക. അതായത് ഒരു 6-7 കാറ്റിലിനെയൊക്കെ വളർത്തുക. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആനിമൽസിനെ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്, ബെറ്റർ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, അതായത് മെന്യൂർ ആണെങ്കിലും ഫെർട്ടിലൈസർ മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അതായത് സോയിലിനെ നമ്മൾ ഹെൽത്തി ആക്കി ഒക്കെ വേണം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും അതായത് ഒരു ഫീൽഡിൽ തന്നെ നമ്മൾ പിന്നെയും ഫാം ചെയ്തുകൊണ്ടിരിക്കാതെ ഒരു ക്രോപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് മാസം നമ്മൾ അതിനെ ഒന്ന് ജസ്റ്റ് ലീവ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ റീപ്ലനിഷ്ഡ് ആവാൻ സോയിലിനെ നാച്ചുറലി നമ്മൾ അലോ ചെയ്യുക. പിന്നെ
ഫുഡ് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതാണ് അടുത്തത്. അതായത് 1 ബില്യൺ ടൺസ് ഓഫ് ഫുഡാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ട്രാഷ് ബിന്നിൽ ഇത്രയും ബില്യൺ ടൺസ് ഓഫ് ഫുഡാണ് പോകുന്നത്. അപ്പോൾ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ആ ഒരു ഫുഡ് റോട്ട് ചെയ്യുമ്പോഴും 8% ഓഫ് ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് വീണ്ടും നടക്കുന്നുണ്ട്. ദെൻ നമ്മൾ എങ്ങനെ നമുക്കിത് ചെയ്യാമെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാന്റ് റിച്ച് ഡയറ്റ് നമ്മൾ എടുക്കുക. അതിനകത്ത് നമുക്ക് എനർജി ന്യൂട്രിയൻസും ഒക്കെ കിട്ടും. പിന്നെന്താണ്, മീറ്റ് ആൻഡ് ഡയറി എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻസും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെയാണ്. പക്ഷേ എന്ത് ചെയ്യുക, നമ്മൾ പ്ലാന്റ് ബേസിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് പറയുന്നത്, ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. പിന്നെ ഫുഡ് വേസ്റ്റ് കട്ട് ചെയ്യുക, അതായത് സ്റ്റോപ്പ് വേസ്റ്റിംഗ് ഫുഡ്. അതുപോലെ തന്നെ അപ്പം മണിയും എമിഷൻസും ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻസും ഒക്കെ റെഡ്യൂസ് ആവും. ഓക്കെ, പിന്നെ കമ്പോസ്റ്റിങ് നമ്മൾ ചെയ്യുക. കമ്പോസ്റ്റിങ് ചെയ്യുമ്പോൾ നമ്മുടെ മീഥേൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒക്കെ ഗ്യാസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള റെസിപ്പീസ് നമ്മൾ ഫോളോ ചെയ്യുക. റീയൂസബിൾ ബാഗുകൾ നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഈ ഫുഡ് വേസ്റ്റ് ആണെങ്കിലും നമ്മൾ ഫുഡൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പ്ലാസ്റ്റിക്സ് എല്ലാം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റർ ഓഫ് പ്ലാസ്റ്റിക് ബാഗ് നമുക്ക് റീയൂസബിൾ ബാഗായിട്ട് നമുക്ക് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജൂട്ടിൻ്റെയോ അങ്ങനെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടുള്ളതും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്.